നമസ്തേ. 2026 കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴം മാറിയ സമയം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ആ കർക്കിടകൻ രാശിയിലെ അധിപൻ ചന്ദ്രൻ മേടൻ രാശിയിൽ പോയി നിൽക്കുകയും അവിടെ അശ്വതി, ഭരണി, കാർത്തിക, കാല എന്നീ പറയുന്ന നക്ഷത്രങ്ങളിൽ പോയി നിന്നാൽ അതിൻ്റെ എന്താണ് ഫലമെന്ന് നോക്കാം. അതിന് നമുക്ക് അശ്വതി എന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ 1-ാം പാദത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് ടെൻഡൻസി ഉള്ള ഒരു വ്യക്തിയാണെന്നും ആദ്യം ഞാൻ എന്ന് പറയുന്ന മൈൻഡ് സെറ്റും 2-ാം പാദത്തിലാണെങ്കിൽ ഫൈനാൻസ് സെൻസ് ആണെന്നും അതുപോലെ തന്നെ 3-ാം ഭാവത്തിലാണെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ ഇന്റലിജൻസ് ഉള്ള വ്യക്തിയാണെന്നും 4-ാം പാദത്തിൽ ഇമോഷണൽ സെൻസിറ്റിവിറ്റി, ഫാമിലിയോട് വലിയ അറ്റാച്ച്മെന്റ് ഉള്ള ആളാണെന്ന് പറയാം. ഭരണി നക്ഷത്രമാണ് എങ്കിൽ നിങ്ങൾ 1-ാം പാദത്തിലാണെങ്കിൽ ഫാഷനേറ്റ് നേച്ചർ ആണെന്നും 2-ാം പാദത്തിൽ ലക്ഷറി അട്രാക്ഷൻ ആണെന്നും 3-ാം ഭാവത്തിൽ രണ്ട് തരത്തിൽ ചിന്തിക്കുന്ന വ്യക്തികളാണെന്നും 4-ാം ഭാവത്തിൽ ഇമോഷണൽ ഡെപ്ത് വളരെ കൂടുതലാണെന്നും പറയാം. എന്നാൽ കാർത്തിക 1-ാം പാദത്തിലാണെങ്കിൽ അത് എന്താ പറയുക, 1-ാം പാദത്തിൽ സംസാര ശൈലി വളരെ ട്രൂത്ത്ഫുള്ളായി നിർവഹിക്കുന്ന വ്യക്തിയാണെന്നും പറയാം. നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് പറയൂ, കൃത്യമായും പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് താങ്ക് യു വെരി മച്ച്.